പല ട്രാവലർ ഡ്രൈവർമാരും പറഞ്ഞു കേട്ടാണ് ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് എന്തോ ആവട്ടെ വണ്ടി ചവിട്ടിയാൽ കിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു വണ്ടിക്ക് അത് ഓടിക്കേണ്ട മെത്തേഡ് ഉണ്ട്. ഈ വണ്ടിയുടെ അകത്തിരിക്കുമ്പോഴേ ഇതിൻ്റെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു നല്ല ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇതേ ഫസ്റ്റ് ഗിയർ കോളർ പിടിച്ച് വേണം റിവേഴ്സിൽ എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ്. ഓക്കെ, നമ്മളിത് ഓടിക്കാൻ പോകണേ. ഞാനീ ഇരിക്കുന്നത് ഒരു കാറിലല്ല എന്ന് മനസ്സിലാവുമെങ്കിലും ഈ കമ്പനി, അതായത് ഈ വണ്ടിയുടെ കമ്പനി ഈ വണ്ടിയെ ഒരു കാറ് പോലെ ആക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയേക്കുന്നത്. ഈ ഒരു ഗിയർ ഷിഫ്റ്റർ ഫോർ എക്സാമ്പിൾ കാർ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാവുന്ന നിലയിലേക്ക് സ്റ്റിയറിങ്, ഗിയർ ഷിഫ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എർഗണോമിക്കലി പെർഫെക്റ്റ് ആക്കി. പിന്നെ ഡാഷ്ബോർഡിൽ അഴിച്ചു പണിതു. ഇവിടെ സ്റ്റീരിയോ വെക്കാനും AC വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തു. ഇത് 19 സീറ്ററാണ്, AC മോഡലല്ല, AC ഇല്ലാത്ത മോഡലാണ്. ഓക്കെ, ഈ വണ്ടിയുടെ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് ഏറെക്കുറെ 18 മുതൽ 24 ലക്ഷം രൂപ വരെയാണ്. 4 വീലുകളിൽ ഡിസ്ക് ബ്രേക്കുള്ള ടാക്കോമീറ്ററൊക്കെ കണ്ട കാറുകളെ പോലെ ഒരു MID കൊടുത്തിട്ടുള്ള, MIDയിൽ ഡോർ ഓപ്പണിംഗ് വാണിംഗ് ഉള്ള അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണിത്. പക്ഷേ ഇതൊരു കാറിലാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇത് ടെമ്പോ ട്രാവലറാണ്. ടെമ്പോ ട്രാവലർ എന്ന് പറയുമ്പോൾ പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഇത് ടെമ്പോ ട്രാവലറാണ്, ഇത് ഫോഴ്സ് ട്രാവലറാണ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ട്രാവലർ എൻറേഞ്ചാണ്. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു സീറ്റുകൾ എല്ലാറ്റിലും അടിമുടി അഴിച്ചു പണിതിട്ടുണ്ട്. 4 വീലിൽ ഡിസ്ക് ബ്രേക്കുകൾ ഉണ്ട് എന്നുള്ളത് ഇത് കുറച്ചും കൂടി ഓടിക്കാൻ സേഫായി. അതായത് EBD പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻ റേഞ്ച് ആണല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ NVH ലെവല് ഒന്നുകൂടി മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള NVH ആയിട്ട് ട്രാവലർ മാറി. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് ഓടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കാർ ഓടിക്കും പോലെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടിയാണ് ട്രാവലർ. അതിലൊരു മാറ്റമില്ല. അത് മാറ്റില്ല പറയുമ്പോൾ അത് പുതിയ എൻ റേഞ്ച് ആയപ്പോഴും മാറ്റമൊന്നുമില്ല. അതായത് ഒരു കാർ ഓടിക്കുന്ന ആൾക്കേ പുതുതായിട്ടൊരു ട്രാവലർ പോലുള്ള വണ്ടി എടുത്ത് ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഗുണം തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പല വണ്ടികളും കാരവാനിന് വേണ്ടി വാങ്ങിയിട്ട് പേഴ്സണൽ ആവശ്യത്തിന് കാരവാൻ ഉപയോഗിക്കുന്ന കുറേയധികം ഫാമിലികളുണ്ട്, ബസ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ. അതുപോലുള്ള വണ്ടികൾ നമുക്കിവിടെ ഇന്ത്യയിലുണ്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നു പറയേണ്ട ആദ്യത്തെ ഒരു പേര് എന്ന് ട്രാവലർ എന്നാണ്. അതല്ലെങ്കിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം അർബാനിയ പോലുള്ള വണ്ടികളാണ്. ടാറ്റയുടെ വണ്ടികളും ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണെങ്കിലും ആ ഒരു മിററിൻ്റെ ഒരു സെറ്റിങ്സ് ആണെങ്കിലും എല്ലാം ഈ വണ്ടീനെ കൊണ്ടു നടക്കാൻ ഈസിയുള്ള എളുപ്പത്തിൽ ഓടിക്കാവുന്ന ഒരു വണ്ടിയാക്കി മാറ്റുന്നുണ്ട്. അത് എനിക്ക് ഈ ഒരു ട്രാവലറിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഈ ബാറ്ററി എമർജൻസി കട്ട് ഓഫ് സ്വിച്ചുകൾ കണ്ടോ? ഈ സ്വിച്ചുകൾ എന്ന് പറയുന്നത് മുന്നേ പാസഞ്ചർ സൈഡിലായിരുന്നു, ഇപ്പോൾ അത് ഡ്രൈവറുടെ കൈയെത്തുന്ന സ്ഥലത്തായിട്ടുണ്ട്. പിന്നെ ഇത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നതേ തീരെ കുറയ്ക്കുന്ന ഒരു കാര്യം സർവീസ് ഇൻ്റർവെല്ല. ഇപ്പോൾ ഇവർ വണ്ടിക്ക് 40,000 കിലോമീറ്ററിലാണ് സർവീസ് ഇൻ്റർവെൽ. ആ ഒരു 40,000 കിലോമീറ്റർ വരെ ഓടിക്കാൻ പീസ് ഓഫ് മൈൻഡോടെ ഓടിക്കാമെന്നും അത് കഴിഞ്ഞിട്ട് മാത്രം ഒരു വണ്ടി കൊണ്ട് നമ്മളൊന്ന് പോയാൽ മതി, സർവീസ് സെൻ്ററിൽ പോയാൽ മതി എന്നുള്ളതും ഈ ഒരു ട്രാവലറിൻ്റെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. എനിക്ക് എപ്പോഴും ട്രാവലർ ഇഷ്ടമാണ്. ട്രാവലർ എൻ്റെ ഒരു പ്രിയപ്പെട്ട വണ്ടികളിലൊന്നാണ്. അതായത് നമ്മളിങ്ങനെ കമാൻഡിങ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വളരെ അധികം നമുക്ക് കിട്ടുന്ന ഒരു വണ്ടികളിലൊന്ന് എന്ന് നമുക്ക് ട്രാവലറിനെ പറയാം. അതിപ്പോൾ എൻ റേഞ്ചായി വന്നപ്പോൾ ഒന്നും കൂടി ഇത്തിരി കൂടി ഈസി ആയ ഓടിക്കാന്ന് വെച്ചാൽ ഓടിക്കാനത് ഓൾറെഡി ഈസിയാണ്, അതിപ്പോൾ വലിയ കാര്യമായിട്ട് പറയാനില്ല. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ വണ്ടിയെ ഒന്നുകൂടി കാലികമാക്കി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്ന് പറയുന്നത്. 19 സീറ്ററാണത്. 3, 6, 9, 12, 15, 18, 19 പ്ലസ് ഡ്രൈവർ. അപ്പോൾ 19 പേർക്ക് സുഖമായിരുന്ന് യാത്രയാവുന്ന ഒരു വണ്ടിയെന്ന് ഈ ഒരു ട്രാവലറിനെ പറയാം. ഈ ട്രാവലറിൻ്റെ ഹെഡ് റൂം നിന്നാൽ പോലും നമുക്ക് കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ തല മുട്ടാത്ത ഹെഡ് റൂമാണ് എൻ്റെയൊക്കെ വരുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഈ റൂഫ് ലൈനറൊക്കെ മാറി, ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ ഇൻറ്റഗ്രേറ്ററായി. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഹാമറുണ്ട്. ഇത് എമർജൻസി എക്സിറ്റ് തുറക്കാനുള്ളതാണ്. അതായത് തുറക്കാവുന്ന എമർജൻസി എക്സിറ്റ് അല്ല, ഇപ്പോൾ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുക. വല്ല അപകടമോ അല്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ കിറ്റും ഫയർ എക്സ്റ്റിങ്ക്വിഷറും കാണാം. അപ്പോൾ 19ാമത്തെ സീറ്റ് നമ്മൾ മടക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ ഡോർ പാഡിലും കാര്യമായിട്ട് മാറ്റങ്ങളുണ്ട്. വലിയ സ്റ്റോറേജ് സ്പേസ്, സ്പീക്കർ പ്രൊവിഷൻ, കാർ പോലെ ആയി. ഡോർ ഹാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൈൻഡർ. പിന്നെ ഇത് വലിയ വണ്ടിയാണ്, 19 സീറ്ററാണ്, നീളം കൂടുതലാണ്. പക്ഷേ ഇത് മാനുവർ ചെയ്യാനായിട്ടേ ഒരു സാധാരണ കാർ ഓടിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വരെ ഈസിയാണ് എന്ന് പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഗുണം.
അപ്പം ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കണല്ലോ, എളുപ്പമാണ്, അതിശോക്തി ഇല്ല എന്നൊക്കെ. അതായത് ഇപ്പോൾ നമുക്ക് ഹെവി ലൈസൻസ് വേണമെന്നില്ല പല ട്രാവലർ ഓടിക്കാനായിട്ട്. അതായത് ഒരു പർട്ടിക്കുലർ കാറ്റഗറി കഴിയുമ്പോഴേ ഹെവിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഏതൊരു കാർ ഓടിക്കുന്ന ആൾക്കും എടുത്ത് ഓടിക്കാവുന്ന നിലയ്ക്ക് വേണം ട്രാവലർ പോലുള്ള വണ്ടികളുടെ ഒരു സ്വഭാവം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ഏറ്റവും മെച്ചപ്പെട്ടൊരു വണ്ടി അല്ലെങ്കിൽ ഏറ്റവും പറ്റിയൊരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ ട്രാവലർ എന്നാ പറയാൻ പറ്റുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു വൈപ്പറിൻ്റെ ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ നമ്മൾ പുള്ളിയാണ്. ആ വൈപ്പർ മെഴ്സീഡീസ് ബെൻസിലൊക്കെ കാണുന്ന പോലെ സംഭവം ശരിയാണ്. മെഴ്സീഡീസ് ബെൻസിൻ്റെ CR ഫാമിലി എഞ്ചിനുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ട്രാവലർ ഉണ്ട്. പക്ഷേ ബെൻസിൻ്റെ വണ്ടികൾ കാണുന്ന പോലെ നമുക്ക് ആ വൈപ്പർ അല്ലെങ്കിൽ വൈപ്പറിനകത്ത് വാഷർ നോസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ട് പറയാവുന്ന കാര്യമാണ്. പിന്നെ വൈപ്പർ ഇപ്പോൾ നമുക്ക് കണ്ണുമുമ്പിൽ പെടുന്നില്ല കേട്ടോ, കണ്ണിന് മുമ്പിലേ ഇല്ല, നമ്മൾ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. കാരണം അതിപ്പോൾ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ആ ബ്ലാക്ക് പീസിനകത്തേക്ക്. ഈ ബോണറ്റ് ഷെല്ലുണ്ടല്ലോ, ഇത് മുന്നേ മെറ്റലായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇവരിത് മെറ്റലാക്കിയിട്ടുണ്ട്. പിന്നെ എയറിൻ്റെയൊക്കെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇത് FM 2.6 CR എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. കോമൺ റെയിൽ ഇവിടെ ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ട് NVH മെച്ചപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ മുന്നിലെ മാറ്റങ്ങളിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ LED ഹെഡ് ആണ്. LED ഹെഡ് ലാംപ്സിനുള്ളിൽ DRL ഉണ്ട്. DRL തന്നെയാണ് ഇപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ താഴെ കണ്ടോ, ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നു. ഈ ബമ്പർ പ്ലാസ്റ്റിക് ആണ്, പെഡസ്ട്രിയൻ സേഫ്റ്റി. പിന്നെ ഇവിടെ വൈപ്പേഴ്സിൻ്റെ ബ്ലേഡും അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രേഷനൊക്കെ കാണില്ലേ, ഈ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്ത് വൈപ്പർ ടെക്ക് ഡേവേ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ട്രാവലർ N എന്നുള്ള ഒരു ഇത് N റേഞ്ചാണ്. പിന്നെ ബോണറ്റിൻ്റെ ഷെല്ല് ഇരുമ്പാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അതൊരു സേഫ്റ്റിയുടെ കാര്യമായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ NVH കൂട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിട്ട് കണ്ടാൽ മതി. അതൊക്കെ N റേഞ്ചിനെ മറ്റുള്ള ട്രാവലറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇപ്പോൾ മിററുകളാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും വലിയ ഹെഡ് റൂം ആണെങ്കിലും എല്ലാം ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് തന്നെ പറയാൻ പറ്റുക. അതായത് ഒരുപാട് സവിശേഷതകൾ വന്നപ്പോഴേ വണ്ടി ഒന്നുകൂടി കാലികമായപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രൈവേഴ്സിൻ്റെ ഫാറ്റീഗ് കുറയ്ക്കുക എന്നുള്ളത് ഫോഴ്സിൻ്റെ ഒരു ഉന്നം തന്നെയാണ്. അവരത് അർബാനി ഇറക്കി കാണിച്ചാണ്. അതുപോലെ ട്രാവലറിൻ്റെ മോഡലുകളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതും ഗുണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ AC ഉള്ള മോഡലുകൾ, AC ഇല്ലാത്ത മോഡലുകൾ, AC ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ, AC പുറത്തിറങ്ങി ഫിറ്റ് ചെയ്യുന്ന മോഡലുകൾ, AC സ്റ്റോക്കായിട്ട് വരുന്ന മോഡലാണ്. ACയുടെ കാര്യങ്ങൾ കുറേ AC ഉള്ള വണ്ടി, AC ഇല്ലാത്ത വണ്ടിയൊക്കെ ട്രാവലറുണ്ട്. ഇവിടെ ഈ ഒരു PD എന്ന് പറയുന്ന ചാർജിങ് സോക്കറ്റ് കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി. ഇവിടെ 2 USB പോർട്ടുകളുണ്ട്, സിയും മറ്റേ USB, പിന്നെ 12 വോൾട്ട് ഒരു സോക്കറ്റും കാണാം. ഇതാണ് ഹെഡ് യൂണിറ്റുള്ള പ്രൊവിഷൻ. ഇത് ACക്കുള്ള പ്രൊവിഷനാണ്. ഇവിടെ ഈ ഒരു ഭാഗത്താണ് എഞ്ചിൻ്റെ ബാക്കി. അവിടെ ECU വയറിംഗ് ഹാർനസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചുകളൊക്കെ കണ്ടില്ലേ, ഇത് ഫോഗ് ലാമ്പ് സ്വിച്ചുകളാണ്. ഇത് അകത്തെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഡീപ്പാണത്. ലൈറ്റ്, SOSൻ്റെ സ്വിച്ച്, ഇവിടെ ലൈറ്റ്, മിറർ, വലിയ സൺവൈസറുകൾ. അതുപോലെ അവിടെ ട്രാവലറിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ ഗ്ലൗ ബോക്സിൻ്റെ അകത്ത്. അത് നല്ലതാണ്. ECUവിൻ്റെ ഇടയ്ക്ക് വെള്ളം അടിച്ച് കഴുകരുത്, അതിൽ ECU ഉണ്ട് എന്നുള്ളൊരു നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു എന്താ പറയുക, ഒരു കോഷനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ സ്റ്റിയറിങ് നൈസ് ടു ഹോൾഡാണ്. ഈ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ഈസി ടു യൂസ് ആണ്. ക്ലച്ച് എന്ന് പറയുന്നത് കാറുകളെക്കാളും ലൈറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഓടിച്ച ടാറ്റ ടിയാഗോയുടെ ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വളരെ ലൈറ്റാണ്. അതുപോലെ കൊമേഴ്ഷ്യൽ വണ്ടികളിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ലൈറ്റായിട്ടുള്ള വേറെ ഏത് വണ്ടിയാണ്? ട്രാവലർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഒരു RPM റേഞ്ച് എന്ന് പറയുന്നത് 2500 റേഞ്ചിലാണ്, ഗ്രീൻ റേഞ്ചാണ്. ആ ഗ്രീൻ റേഞ്ചിലാണ് ഇതിൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ ആ ഗ്രീൻ റേഞ്ചിൽ ഓടിക്കുമ്പോൾ വണ്ടി നോക്ക് ചെയ്തത് ഡീസലാണ്, നോക്കിൻ്റെ പ്രശ്നമില്ല, പെട്രോളിൻ്റെ പ്രശ്നമുള്ളൂ. പക്ഷേ ചെറിയ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഉദ്ദേശിച്ചത്. ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ തന്നെ നമുക്കിങ്ങനെ ഒരു 40, 50, 60 കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഗുണമായിട്ട് കാണാം. പിന്നെ ട്രാവലറിൻ്റെ ബ്രേക്സ് ആണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഓടിക്കുമ്പോൾ 4 വീലും ഡിസ്ക് ബ്രേക്ക് ആണല്ലോ. അപ്പോൾ ഈ 4 വീലും ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യത്തിലധികം കോൺഫിഡൻസ് തരുന്നുണ്ട്. അത് നമുക്ക് ചവിട്ടിയെടുത്ത് നിൽക്കുന്ന ഒരു ഫീൽഡ്. പല ട്രാവലർ ഡ്രൈവർമാരും പറഞ്ഞു കേട്ടാണ് ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് എന്തോ ആവട്ടെ വണ്ടി ചവിട്ടിയാൽ കിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു വണ്ടിക്ക് അത് ഓടിക്കേണ്ട മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് ഇറങ്ങുക, അതുപോലെ ചവിട്ടി നിർത്തുന്ന സമയത്ത് മാത്രം ബ്രേക്കിനെ ആശ്രയിക്കുക. അല്ലാണ്ട് ഫുൾ ടൈം ബ്രേക്കിൽ ചവിട്ടി പിടിച്ചാലേ ഇപ്പോൾ പോർഷ 911 ആണെങ്കിൽ പോലും ആ ബ്രേക്ക് ഫെയ്ഡ് ആവും. അതിപ്പോൾ ട്രാവലറിൻ്റെ കാര്യത്തിൽ പുതുമയൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാ വണ്ടിക്കുള്ളതാണ് ബ്രേക്ക് ഫെയ്ഡ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ട്രാവലർ ചവിട്ടി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഫോർ എക്സാമ്പിൾ ഒന്ന് ബ്രേക്ക് ചെയ്തോ, എനിക്കിത് ചവിട്ടി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഇനി ഫുൾ ലോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ആൾ വരുമ്പോഴൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ടാക്സി ആയിട്ടുള്ള ഡ്രൈവർമാർ അല്ലെങ്കിൽ ക്യാബ് ഓടിക്കുന്ന ആൾക്കാരൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. ബാക്കിലെ ഈ ലൈറ്റുകൾ LED ആയി. ഇത് LED ആയതിനൊപ്പം ഇവിടെ 2 മാഗ്നറ്റുകൾ കാണാം. അതെന്താണെന്ന് അറിയോ? ഈ ഡോർ ഇങ്ങനെ തുറന്നിട്ടേ ഇങ്ങനെ തുറന്ന് ദേ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുമ്പോൾ സംഗതി എളുപ്പമാണ്, കയറാനൊക്കെ ആയിട്ടേ. കണ്ടോ, ഇനി ഇവിടെ ഒരു ജാക്ക് വെച്ചിട്ടുണ്ട്. ഈ ജാക്ക് നമ്മൾ ഇങ്ങനെ കണ്ടത് ഏത് വണ്ടിക്കകത്താണ്? ഇങ്ങനെ കണ്ടത് നമ്മൾ ഗൂർക്കകത്തല്ലേ. സീറ്റിൻ്റെ ക്ലാമ്പും ഫ്ലാറ്റ് ഫ്ലോറൊക്കെ നമുക്ക് കാണാം.
സിമ്പിളാണ് കാര്യങ്ങൾ, അടയ്ക്കലും തുറക്കലൊക്കെ വളരെ എളുപ്പമാണ്, അതായത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നിൽ ഡിസ്ക് ബ്രേക്കാണ്. അത് മാത്രമല്ല ഈ ഒരു പീസ് ഉണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ, ഇത് വീലാർച്ചാണ്. ഈ വീലാർച്ച് ഫ്രണ്ടിൽ സിംഗിൾ പീസാക്കി. ഇതിപ്പോൾ സിംഗിൾ പീസാണ്, 2 പീസല്ല. പിന്നെ ഇവിടെ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സറൗണ്ടിനകത്ത് ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്തിരി ഒരു ചുറ്റപ്പെട്ട പോലെ ഉണ്ട്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. പിന്നെ 2 മിററുകൾ കണ്ടോ, ഈ മിററുകളുടെ ഒരു വിന്യാസം വലിയ മിററാണ്. സോഫ്റ്റായിട്ട് നമുക്ക് അടയ്ക്കാവുന്ന ഒരു ഡോറും, സിമ്പിളായിട്ട് അടയ്ക്കാം, ആർക്കും ഏത് യാത്രക്കാരനും കയറി അടച്ചാൽ അങ്ങ് അടയും, അത്രയും സോഫ്റ്റ് അടയ്ക്കാവുന്ന ഡോറാണ്. പിന്നെ ഗ്ലാസ് നമുക്ക് അങ്ങോട്ടും കൊണ്ട് മാറ്റാം. ഇവിടെ ഈ സ്റ്റിക്കർ കണ്ടോ, ട്രാവലർ എന്നിട്ടുള്ള ഈ സ്റ്റിക്കർ, ഇത് പുതിയതാണ്. ഇതാണ് മാഗ്നറ്റ്, ഇതാണ് ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്ക് ആ ലീഫ് സ്പ്രിംഗ് ഒക്കെ കാണാം. ഇതാണ് ആ ഒരു വീല്, ഇതാണ് എയർ ഇൻടേക്ക്. ഇതിൽ ട്രാവലറിൽ മറ്റൊരു പ്രശ്നം പറഞ്ഞു കേട്ടത്, ഇവിടെ മിസ്റ്റ് അടിക്കുന്നുണ്ട്. അതായത് AC ഇല്ലല്ലോ, AC ഇല്ല, വെൻറ്റുകളില്ല. അപ്പോൾ മിസ്റ്റ് അടിക്കുന്ന പ്രശ്നം പല ഡ്രൈവേഴ്സും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്ലാസ് ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് അതിനുള്ള ആകെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്ലാസ്സുകളൊക്കെ താത്തി വെച്ചിട്ടേ പുറത്തെയും അകത്തെയും ടെമ്പറേച്ചർ ഒരു പരിധി വരെ സെയിം ആക്കാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യുള്ളൂ. കാരണം AC യോ അല്ലെങ്കിൽ ബ്ലോവറോ ഇല്ലാത്തതുകൊണ്ട് അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രാവലർ വാങ്ങാൻ നോക്കുന്ന ആൾക്കാർക്ക് ട്രാവലറിൻ്റെ ഒരു പുതിയ എൻറേഞ്ച് വന്ന് എന്ന് പറയുമ്പോൾ എന്താണ് പുതുതായിട്ട് കിട്ടുന്നത് വെച്ചാൽ, ഞാൻ പറയാം, ഈ NVH ലെവലിൻ്റെ ഗുണമാണ്. ഇപ്പോൾ വണ്ടിക്കകത്ത് ഒരുപാട് പേരുണ്ട്, നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസാരം നമുക്ക് കേൾക്കാം. സ്റ്റിൽ എഞ്ചിൻ നോയ്സ് ഉണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വണ്ടി ഒന്നുകൂടി കാലികമായി. റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ട്രാവലറൊന്നും പറയാനില്ല, മോണോബോഡിയാണ് ട്രാവലർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, ചവിട്ടി വിട്ട് ഓടിച്ചു പോകാൻ പറ്റും. നമുക്ക് ഈ വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ ലിമിറ്റാണ്, പക്ഷേ 80 കിലോമീറ്ററൊക്കെ ഈ വണ്ടി പെട്ടെന്ന് എത്തും. ഒട്ടുപോലെ 80 കിലോമീറ്റർ വണ്ടി എത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിപ്പോൾ ലോങ് ട്രാവലുകൾ, ലോങ് ക്രൂസുകൾ, ഇപ്പോൾ തീർത്ഥാടനങ്ങൾ അല്ലെങ്കിൽ ടൂറുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ട്രാവലർ. ഓക്കെ, ആ ഒരു ട്രാവലറിന് ഇപ്പോൾ ഫാക്ടറി ഫിറ്റഡ് നല്ല സീറ്റുകൾ, ഫാക്ടറി ഫിറ്റഡ് നല്ല ലൈറ്റുകൾ, ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള നല്ല ഹെഡ്ലൈനർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ വണ്ടി എടുത്ത് നേരെ കൊണ്ടുപോയിട്ട് ചാലക്കുടിയിലോ അല്ലെങ്കിൽ മറ്റിടത്തോ കൊണ്ടുപോയിട്ട് പണിയെടുക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള വണ്ടികളുടെ പുതിയ തലമുറ മോഡലുകൾ അല്ലെങ്കിൽ പുതിയ വേർഷനുകൾ വരുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത്. ആ ഒരു ഗുണം ഈ ഒരു N റേഞ്ചിലും കാണാമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു ടൂർ ഓപ്പറേറ്റർ ആണെങ്കിൽ, ഞാനൊരു ട്രാവൽസ് നടത്തുന്ന ആളാണെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളെ കയറ്റി ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സീറ്റുകളുടെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ഈ ഹെഡ്ലൈനറിൻ്റെ ഭംഗിയും രാത്രി യാത്രയ്ക്കായിട്ടുള്ള LED ലൈറ്റിൻ്റെ പവർഫുൾനെസ്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ള പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് ഒരു ട്രാവലറാണ്, നിങ്ങൾക്ക് ട്രാവലർ വാങ്ങിയിട്ട് വലിയ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് പണിയെടുക്കാനോ താല്പര്യമില്ല, വാങ്ങിയിട്ട് അതുപോലെ കൊണ്ട് ഓടിച്ചുകൊണ്ട് നടക്കണമെന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു N-Line ഒരു നല്ല ഓപ്ഷനാണ്. ആ മിററിൻ്റെ ഒരു ഗുണം കേട്ടോ, താഴത്തേക്ക് നമുക്ക് കാണാം, അത് മുകളിലും കാണാം, വലിയ മിറർ, 2 മിററാണ്. ചില സമയത്ത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത് ഞാൻ ഇരിക്കുന്ന പൊസിഷൻ കൊണ്ടാണ് ഞാൻ ക്യാമറയ്ക്ക് കാഴ്ച വേണ്ടി ഒന്ന് പിന്നാക്കിരിക്കുകയാണ്. ഒന്നുകൂടി മുന്നോട്ടിരിക്കുകയായിരുന്നെങ്കിൽ അതൊരു നന്നായി തന്നെ കാണാൻ പറ്റിയേനെ. പിന്നെ ഇതിനകത്ത് ആഡ്ബ്ലൂവിൻ്റെ ആ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എൻജിൻ ടെമ്പറേച്ചർ, ഇനി കൂളൻ ടെമ്പറേച്ചർ, അതുപോലെ ഫ്യൂവല്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മീറ്റർ ക്ലസ്റ്ററൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഫോഴ്സിൻ ലോഗോ ഒക്കെ വെച്ചിട്ട് അതും ഗുണമായിട്ട് കാണാം. അതൊരു ക്യാപ്പാണ്, ഇത് അടച്ച് കളഞ്ഞാൽ നമുക്ക് അവിടെ AC വെൻ്റ് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളതും ഗുണമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ട്രാവലറിൻ്റെ ഒരു പ്രൈസിംഗ് പോയിന്റിനെ കുറിച്ച് പറയാനുള്ളത്? 18 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയും അതുപോലെ 24 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന വണ്ടിയാണല്ലോ ട്രാവലർ. അത് ഏറ്റവും ചെറിയ വേരിയൻറ്റ്, ഏറ്റവും ചെറിയ സീറ്റുള്ള വണ്ടി 18 ലക്ഷം രൂപയ്ക്കും ഏറ്റവും കൂടിയ മോഡൽ എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അർബാനയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വണ്ടിക്ക് അത് തന്നെ ഇപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യം കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം വലിയ ഒരു വണ്ടിയാണ്, ഇതിനകത്ത് സ്ഥല സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് ഫോഴ്സിൻ്റെ ഒരു N റേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാക്ടറി ഫിറ്റഡ് AC എല്ലാ മോഡലും വരുന്നില്ല എന്നുള്ളത് കുറവായിട്ട് കാണാം. 2 വിൻഡോസിന് പവർ വിൻഡ് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയാം. കാരണം ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമുക്ക് എപ്പോഴും ഡ്രൈവേഴ്സിന് കംഫർട്ടബിളായിട്ട് ഓടിക്കാനുള്ള വണ്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു കാര്യമായിട്ട് കാണാം. ഒരു ചെറിയ ലെതർ റാപ്പിയൊക്കെ ആവാറുന്നു. ഓക്കെ, ഇതൊക്കെയും ലക്ഷറികളല്ല, ആവശ്യങ്ങളാണ്, നമുക്ക് എല്ലാം ചെയ്യാമെന്നുള്ളതുകൊണ്ട് ഇതൊന്നും ഒരു പരാതിയായിട്ട് പറയേണ്ട കാര്യമില്ല എന്നുള്ളതും ട്രാവലറിന് നല്ല വണ്ടിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ടെമ്പോ ട്രാവലറിൻ്റെ എൻറേഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയൂ. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഇത് ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്, ഈസി പീസി. വാ, അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, അടിപൊളിയാണല്ലോ ഓടിക്കാൻ. ആ ഓക്കെ, ഇതൊരു വലിയ വണ്ടിയാണ്, പക്ഷേ ഓടിക്കാൻ ചെറിയ വണ്ടി പോലെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ മാറ്റങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു മാറ്റങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എർഗണോമിക്സ് തന്നെയാണ്. അതായത് നമുക്ക് ഒരു കാറിൽ നിന്ന് കയറി ഒരു ട്രാവലർ ഓടിക്കുമ്പോൾ ഇത് ഓടിക്കുന്ന ഒരു വലിയ വണ്ടിയാണെന്നുള്ള ഫീലില്ല.